നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം, റേഷൻ കാർഡ് റദ്ദാക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം, റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് റദ്ദാക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും. അതുകൂടാതെ റേഷൻ കാർഡ് തരം മാറ്റുന്ന മറ്റൊരു നടപടിയും നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനർഹരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ശക്തമായ നടപടി പൊതുവിതരണ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. ജില്ലയിൽ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്ന വ്യക്തികൾ ജൂൺ 30 മുൻപായി പിഴ കൂടാതെ റേഷൻ കാർഡുകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിച്ച് പൊതുവിഭാഗത്തിലേക്ക് മാറ്റേണ്ടതാണ്. ജൂൺ 30 ശേഷം അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടുതലുള്ളവർ, ആദായ നികുതി ഒടുക്കുന്നവർ, സ്വന്തമായി 1000 ചതുരശ്ര അടിക്ക് മേൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 4 ചക്ര വാഹനം ഉള്ളവർ, ഏക ഉപജീവന മാർഗമായ ടാക്സി ഒഴികെയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. സ്വന്തമായി 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, അത് പട്ടികവർഗക്കാർ ഒഴികെയാണ്. എന്നീ കുടുംബങ്ങളിലെ ആർക്കെങ്കിലും ദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്നോ 25,000 രൂപയിലധികം പ്രതിമാസ വരുമാനമുള്ളവരാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് അർഹതയില്ലാത്തവർ. ഇത്തരത്തിൽ അനർഹമായി റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് സർക്കാർ നടപടിയിലൂടെയാണ് കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ വിപണി വില നൽകേണ്ടി വരും. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുമാത്രമല്ല, മറ്റ് പിഴയടക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിൽ റേഷൻ വാങ്ങാത്തവർ 17 ലക്ഷത്തോളം ഉണ്ടെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. 6 മാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും. കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ട ഭേദഗതി ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് കാർഡ് മരവിപ്പിക്കേണ്ടത്. തുടർന്ന് 3 മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് KYC, അതായത് തിരിച്ചറിയൽ നടപടിക്രമം പൂർത്തിയാക്കണം. അർഹത ബോധ്യപ്പെട്ടാൽ റേഷൻ തിരിച്ചു നൽകുകയും റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ്, KYC എന്നിവ 5 വർഷത്തിലൊരിക്കൽ നടത്തണമെന്നും കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമെങ്കിൽ രേഖപ്പെടുത്തണം. 5 വയസ്സ് തികഞ്ഞ് 1 വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. 18 വയസ്സാകാത്തവർക്കും പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കില്ല. കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത്. നിലവിൽ കേരളത്തിലെ മസ്റ്ററിംഗ് പ്രക്രിയയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും മറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് പൊതുവിതരണ വകുപ്പ് AY മുൻഗണനാ സബ്സിഡി വിഭാഗങ്ങളിൽ നിന്നായി സംസ്ഥാനത്ത് ആകെ 65,000-ഓളം റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് തരം മാറ്റിയിട്ടുണ്ട്. ആനുകൂല്യങ്ങളുടെ കാർഡ് കൈവശം വയ്ക്കുകയും സ്ഥിരമായി റേഷൻ വാങ്ങാതിരിക്കുകയും ചെയ്തവരുടെ പട്ടിക തയ്യാറാക്കിയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നീക്കിയത്. അന്ത്യോദയ അന്നയോജന വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള 7,040 കുടുംബങ്ങളെയും പൊതുവിഭാഗം സബ്സിഡിയുള്ള 4,332 റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല. ഇവരുടെ റേഷൻ കാർഡും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതായത് റേഷൻ വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അംഗസംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് അസമത്വം ഉണ്ടാക്കുന്നുവെന്നും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ് പുതിയ ഭേദഗതി എന്നുമാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. വ്യക്തികൾക്ക് നിശ്ചിത തൂക്കം നൽകുമ്പോൾ തുല്യത ഉറപ്പാക്കാനാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇതിൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് അംഗങ്ങളുടെ എണ്ണം നോക്കാതെ 35 കിലോ ആണ് നൽകിയിരുന്നത്. ഈ ഒരു വിതരണത്തിലാണ് മാറ്റം വരാൻ പോകുന്നത്. ഇനി ആളൊന്നിന് 7 കിലോ എന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അന്ത്യോദയ അന്നയോജന വഴി നൽകുന്ന ഭക്ഷ്യധാന്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനായി 2013 ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യാനാണ് നീക്കം. മഞ്ഞ കാർഡുള്ള കുടുംബത്തിൽ ഒരാൾക്കുള്ള ധാന്യം 7 കിലോ ആയി കുറയ്ക്കാനാണ് നിർദ്ദേശം. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായി തുടരുകയും ചെയ്യും. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡ് തരം മാറ്റപ്പെട്ടാൽ പിന്നീട് നിങ്ങൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവാണെങ്കിൽ ആ ഒരു പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് തടസ്സപ്പെടും. അപ്പോൾ
തീർച്ചയായും BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാലാണ് നിങ്ങളുടെ റേഷൻ കാർഡ് തരം മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തിനും അർഹരല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അത് തീർച്ചയായും വലിയ ഒരു തിരിച്ചടി തന്നെയാകും. മറ്റൊരു അറിയിപ്പ് കൂടി ഇതോടൊപ്പം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറായി. ഇനി 2 ദിവസം കൂടി മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക. പിന്നീട് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. പിന്നീട് നിങ്ങൾക്ക് ജൂൺ മാസത്തെ റേഷൻ വിഹിതം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും അക്കാര്യങ്ങൾ കൂടി ഓർമ്മിക്കണം. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.